സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊട്ടിക്കലാശം നടക്കുകയാണ്. ഇപ്പോൾ മലപ്പുറത്ത് കൊട്ടിക്കലാശത്തിനിടയിലാണ് സംഘർഷമുണ്ടായത്. ഇപ്പോൾ ആ സംഘർഷം അവസാനിക്കുന്നില്ലേ എന്ന ഒരു തോന്നലുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അഷ്കർ, ഇപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? കൊടിയെ ചൊല്ലിയുള്ള തർക്കമാണോ? എവിടെയൊക്കെയോ വലിഞ്ഞു കയറി പോകുന്നുണ്ട്. അഷ്കർ അലിയാണ് നമുക്കൊപ്പം ഉള്ളത്. അഷ്കറിലേക്ക് വരാം. ഇപ്പോൾ കൊടി വെക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമുണ്ട് എന്ന് മനസ്സിലാക്കാവുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ കൊടി താഴ്ത്തുന്നുണ്ട് പോലീസ്. കൊടി വെക്കാനായി കെട്ടിടത്തിന്റെ മുകളിലാണ് അവർ നിൽക്കുന്നതെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് കരുതുന്നത്. അഷ്കർ, അവിടെ എന്താണ് സംഭവിക്കുന്നത്? മലപ്പുറം കുന്നമല്ല മനോരമ സർക്കിളിന്റെ മുകളിലേക്ക് പാർട്ടി പ്രവർത്തകർ കൊടിയുമായി കയറിയിരുന്നു. ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായിരുന്നു കയറിയിരുന്നത്. പിന്നീട് ഇവരെ ഇറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് LDF പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. എന്നാൽ ഈ പ്രതിഷേധത്തിന് വഴങ്ങാൻ ഈ പ്രതിഷേധം സംഘർഷത്തിലേക്ക് പോയി. തുടർന്ന് ഈ മുകളിലുള്ള എല്ലാ പ്രവർത്തകരോടും ഇറങ്ങാൻ പോലീസ് ആവശ്യപ്പെട്ടു. പക്ഷേ ഇതിന് ഇടതുപക്ഷം ഇറങ്ങട്ടെ എന്ന് ആദ്യം മുസ്ലിം ലീഗ് ഇറങ്ങട്ടെ എന്ന് ഇടതുപക്ഷം നിലപാടെടുത്തതോടെ രണ്ട് പ്രവർത്തകരും ഇറങ്ങാനായി. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ പിന്നീട് ഇതിന്റെ മുകളിൽ കയറി ഇറങ്ങാൻ പോയിട്ട് ആവശ്യപ്പെട്ടിട്ട് പോലും ബലപ്രയോഗത്തിലൂടെ പിടിച്ചു വാങ്ങിയത്. ബലപ്രയോഗത്തിലൂടെ പിടിച്ചു വാങ്ങിയപ്പോൾ മുഴുവൻ പ്രവർത്തകരെയും ഇറങ്ങാനാണ് ഇപ്പോൾ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ പ്രവർത്തകർ ബലപൂർവ്വം കടക്കുന്ന ഒരു കാഴ്ചയാണിത്. എന്ത് തന്നെ ആവശ്യപ്പെട്ടു പോലും പോലീസ് ഇറങ്ങാൻ തയ്യാറാവുന്നില്ല. പോലീസ് ഇപ്പോൾ ലാത്തി ആവശ്യപ്പെടാൻ ലീഗ് എന്താണ് ആവശ്യപ്പെടുന്നത്? ഇടതുപക്ഷത്തിന്റെ കൊടിയും ഇടതുപക്ഷക്കാരനെയും അപ്പോൾ BJPയുടെ കൊടിയും അതിലുണ്ട്. എല്ലാവരും പ്രവർത്തകരും സമാനമായ രീതിയിൽ കൊടിയുമായി ഇതിന് മുകളിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ അതിന് തയ്യാറാവുന്നില്ല. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്റെ ലാത്തിൽ കയറി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ പിടിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകന് കൊടി കൂടി മാറ്റി അവരെ കൂടി താഴ്ത്തിറക്കിയാൽ മാത്രമേ താൻ താഴ്ത്തി ഇറങ്ങൂ എന്നുള്ളതാണ്. ആകെ 2 പോലീസുകാരാണ് അവിടെ ഉള്ളത്. ഇറങ്ങാൻ കൂട്ടാക്കാതെ ലീഗിന്റെ പ്രവർത്തകരുണ്ട്. മറുഭാഗത്ത് മറ്റൊരു പോലീസുകാരൻ അവിടെയുള്ള 2 പേരെ ഇറക്കുകയാണ്. അവർ 2 പേരും ഇടതുപക്ഷമാണെന്ന് തോന്നുന്നു, അല്ലേ അഷ്കർ? മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും താഴേക്ക് ഇറങ്ങണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതല്ല എങ്കിൽ ബലപൂർവ്വം ഇപ്പോൾ മുഴുവൻ പ്രവർത്തകരെയും പോലീസ് താഴേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു വിധത്തിൽ ഇതിന് മുകളിൽ കയറേണ്ടി എന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ ഇതിനടിയിൽ ഇപ്പോഴും താഴ്ഭാഗത്തും സമാനമായ രീതിയിൽ മലപ്പുറത്ത് രസകരമായ ദൃശ്യങ്ങളാണ് ഈ കൊട്ടിക്കലാശത്തിനിടയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്ത് ലീഗിന്റെ കൊടിയുമായി കെട്ടിടത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുന്നു. അതിന് തൊട്ടു പിന്നാലെ LDFന്റെ കൊടിയുമായി സ്ഥാനാർത്ഥിയെ അനുകൂലിച്ചുകൊണ്ട് പ്രവർത്തകർ മുകളിലേക്ക് കയറുന്നു. 2 കൊടികളും മുകളിൽ ഉയർന്നു കഴിഞ്ഞപ്പോൾ അത് താഴേക്ക് ഇറക്കണമെന്ന് പോലീസ് ആവശ്യപ്പെടുന്നു. ആദ്യം CPM ഇറക്കട്ടെ, അതിനുശേഷം ഞങ്ങൾ ഇറക്കാമെന്ന് ലീഗ് പറയുന്നു. ആദ്യം ലീഗ് ഇറക്കട്ടെ, അതിനുശേഷം ഞങ്ങൾ ഇറക്കാമെന്ന് CPM പറയുന്നു. 2 പോലീസുകാർ മുകളിലുണ്ടായിരുന്നു. അവരും ഇവരിൽ ആരെ പിടിച്ചിറക്കുമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. ഒരാളെ ഇറക്കി അടുത്തയാളെ ഇറക്കുന്നു. ഇനിയും അടുത്തയാൾ മുകളിലേക്ക് കയറുമോ എന്നുള്ളതാണ് കാണേണ്ടത്. പോലീസിന് വലിയ പണിപ്പാടാണ് ഇപ്പോൾ മലപ്പുറത്ത് ഉണ്ടായിരിക്കുന്നത്. കൊടിത്തർക്കമാണ് അവിടെ നടക്കുന്നത്. ആരുടെ കൊടി ഉയരത്തിൽ പാറണം എന്നുള്ളതാണ് അവിടുത്തെ തർക്കം. ഇപ്പോഴെന്തായാലും ചെഗുവേരയുടെ ചിത്രവും ഇടതുപക്ഷത്തിന്റെ കൊടിയും ഒക്കെ താഴേക്ക് ഇറക്കി. അതോടുകൂടി ലീഗും അനുനയത്തിന് വഴങ്ങിയിരിക്കുകയാണ്. പോലീസുകാർ ആ മുകളിൽ കയറിയ ആളെ അടിച്ച് റെഡിയാക്കുകയാണെന്ന് തോന്നുന്നു. അത് താഴേക്ക് വീണയാളെ എഴുന്നേൽപ്പിക്കുകയാണോ? ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് തത്സമയം കാണാം. മുകളിൽ കയറി ഇറങ്ങില്ലെന്ന് വാശി പിടിച്ച പ്രവർത്തകനാണ്. ആ പ്രവർത്തകരെ ലീഗുകാർ കൊണ്ടുപോവുകയാണ്. പോലീസുമായി ഏറെ നേരം വാക്കേറ്റം ഉണ്ടായിരുന്നു അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്താണ് കൊട്ടിക്കലാശത്തിന്റെ ഒരു സംഘർഷം ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇനിയും ആരെങ്കിലും മുകളിലേക്ക് കയറുമോ എന്ന് നോക്കി പോലീസുകാർ മുകളിലുണ്ട്. ഇനി ആ പോലീസുകാരെ താഴെ ഇറക്കണം. അതിനായി കൂടെയുള്ള പോലീസുകാർ ശ്രമിക്കുകയാണ്. മുകളിലേക്ക് കയറിപ്പോയ 2 പോലീസുകാരും ഇപ്പോഴും ആ കെട്ടിടത്തിന് മുകളിലുണ്ട്. ഒരാളെ ഇറക്കി, ഒരാൾ ഇപ്പോഴും മുകളിലുണ്ട്. അവിടെ അതാ ഒരു പതാക കൂടിയുണ്ട്, അതുകൂടി ഒരു കൊടിയുണ്ട്, ആ കൊടി കൂടി അഴിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് മറ്റൊരു പോലീസുകാരൻ. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് കൊടി ഉയരത്തിൽ പാറുന്നു എന്നതിനെ ചൊല്ലിയുള്ള തർക്കം, കൊടിത്തർക്കമാണ് മലപ്പുറത്ത് നിന്ന് കൊട്ടിക്കലാശത്തിനിടയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാശിയേറിയ പ്രചാരണമായിരുന്നു. ആ പ്രചാരണത്തിന്റെ വാശി കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോഴും നമുക്ക് കാണാൻ കഴിയും. ഇരു പാർട്ടികളും അല്ലെങ്കിൽ ഇരു മുന്നണികളും വാശിയോടെ പ്രചാരണത്തിലേക്ക് എത്തി. അത് കൊടി എവിടെ ഉയരും, എത്ര ഉയരത്തിൽ പാറും എന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിലേക്ക് എത്തിയതാണ് പോലീസിന് ഇത്തരത്തിൽ പങ്കപ്പാടുണ്ടാക്കിയത്. ഇപ്പോൾ ആ പോലീസുകാരനും കൊടിയെല്ലാം അഴിച്ച് കൊടിക്കാരെയും താഴെ ഇറക്കി താഴേക്ക് വരികയാണ്. പോലീസുകാർക്കാണ് ഈ ഘട്ടത്തിൽ ഒരു കയ്യടി കൊടുക്കേണ്ടത്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഈ കാര്യങ്ങളൊക്കെ പരിഹരിക്കുക എന്ന് പറയുന്നത് അവർക്കും വലിയ വെല്ലുവിളിയാണ്. കൊട്ടിക്കലാശത്തിനിടയിലെ കാഴ്ചകൾ മലപ്പുറത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ കൊട്ടിക്കലാശം ഇങ്ങനെ ആവേശത്തിലേക്ക് എത്തുകയാണ്. ഇനി വെറും 1 മണിക്കൂറും 9 മിനിറ്റും മാത്രം.